ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് വീഡിയോയിൽ ഇഗ്നോ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് കാണുന്ന 10ലധികം കോമൺ ഡൗട്ട് ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇഗ്നോ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഇഗ്നോയിൽ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പണൻ്റ് ആണ്. എന്നാൽ ഈ പ്രൊജക്റ്റ് വർക്ക് എല്ലാ സ്റ്റുഡൻസിനും ഇല്ല. അതേസമയം പ്രൊജക്റ്റ് വർക്കുള്ള സ്റ്റുഡൻസിന് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് താനും. സോ ആ ഡൗട്ട്സാണ് ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഡൗട്ട്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഓൾറെഡി ഇഗ്നോ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഹൗ ടു റൈറ്റ് ദി പ്രൊജക്റ്റ് തൊട്ട് എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. Okay, and if you're new to this channel, kindly subscribe to the channel and please click on the like button if you find the information provided in the video as a helpful one. Okay, so let's move to the video. So first question, does all IGNO courses have project work? എല്ലാ IGNO കോഴ്സസിനും പ്രൊജക്റ്റ് വർക്ക് ഉണ്ടോ? എല്ലാ കോഴ്സസിനും IGNO പ്രൊജക്റ്റ് വർക്ക് ഇല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു MA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന തിയറി പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അതേസമയം നിങ്ങൾ MBA പോലെയുള്ള ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മാൻഡേറ്ററിലി നിങ്ങൾ ഒരു പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ചില കോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഐദർ അവർക്ക് പ്രൊജക്റ്റ് വർക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തിയറി പേപ്പർ ചെയ്യാം. ഇനി മറ്റ് ചില കോഴ്സസിൽ, ജേർണലിസം പോലെയുള്ള കോഴ്സസിൽ, ഞാനൊക്കെ MA ഡെവലപ്മെൻറ്റ് ജേർണലിസം ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഐദർ നമുക്ക് പ്രൊഡക്ഷൻ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാം അഥവാ നമുക്ക് പ്രൊജക്റ്റ് വർക്ക് ചൂസ് ചെയ്യാം. സോ അത് നമ്മുടെ ഡിസിഷനാണ് നമ്മൾ ഏത് ചെയ്യണം എന്നുള്ളത്. സോ എല്ലാ കോഴ്സസിനും പ്രൊജക്റ്റ് വർക്ക് ഇല്ല. ചില കോഴ്സസിന് അത് മാൻഡേറ്ററി ആണ്. ചില കോഴ്സസിൽ സ്റ്റുഡൻസിന് അതൊരു ഓപ്ഷനാണ്. ഐദർ അവർക്ക് പ്രൊജക്റ്റ് വർക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു തിയറി പേപ്പർ ഓപ്റ്റ് ചെയ്യാം. ജേർണലിസം പോലെയുള്ള ചില കോഴ്സസിൽ ഐദർ നമുക്ക് പ്രൊഡക്ഷൻ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. ഇനി പ്രൊജക്റ്റ് വർക്കിനെ പലരും കൺഫ്യൂസ് ചെയ്യുന്നത് ലാബ്, പ്രാക്ടിക്കൽ, ഫീൽഡ് വർക്ക്, ഇൻറ്റേൺഷിപ്പ് എന്ന രീതിയിലാണ്. സോ അത് ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ പറയുന്ന പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് റിസർച്ച് പ്രൊജക്റ്റ് എന്ന രീതിയിലാണ്. നമ്മൾ കൃത്യമായിട്ടൊരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫൈൻഡിങ്സ് ജനറേറ്റ് ചെയ്ത് അത് റിട്ടൺ ആയിട്ട് ആ ഫൈൻഡിങ്സ് അടക്കം സബ്മിറ്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റ് വർക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ ചെക്ക് വെദർ മൈ കോഴ്സ് ആസ് പ്രൊജക്റ്റ് വർക്ക് ഓർ നോട്ട്? ഇപ്പോൾ പലർക്കും സംശയം ഇനി എൻ്റെ കോഴ്സിൽ പ്രൊജക്റ്റ് വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടലിൽ പോവുക. അവിടെ കോഴ്സസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിൽ പ്രൊജക്റ്റ് വർക്ക് ഉള്ള കോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ട്, ചില കോഴ്സസിന് മാൻഡേറ്ററിലി, ഇപ്പോൾ MBA പോലുള്ള കോഴ്സസ് ആണെങ്കിൽ മാൻഡേറ്ററിലി നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ സംശയമില്ല, നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്. ഇനി ഓപ്ഷണലായിട്ട് ചില കോഴ്സസിൽ പ്രൊജക്റ്റ് വർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കോഴ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രൊജക്റ്റ് വർക്ക് ഓപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പോർട്ടലിൽ പോവുക. അവിടെ കോഴ്സസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആരെങ്കിലും ഇഗ്നോയിൽ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പ്രൊജക്റ്റ് വർക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കേസിൽ നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് ആണോ അല്ലയോ എടുക്കുന്നതെന്ന് ഉറപ്പിച്ചതിന് ശേഷം കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സെലക്ട് ചെയ്ത അവസരത്തിൽ ശ്രദ്ധിക്കാതെ പോയ ഓൾറെഡി ഇഗ്നോയിൽ എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പോർട്ടലിൽ പോയി നിങ്ങൾ പ്രൊജക്റ്റ് വർക്കുള്ള കോഴ്സാണോ എടുത്തത് അല്ലയോ എന്ന് ഉറപ്പിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഇയർ ഓർ സെമസ്റ്റർ വിൽ പ്രൊജക്റ്റ് വർക്ക് കം ഇൻ മൈ കോഴ്സ്? ഇപ്പോൾ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, അപ്പോൾ ഏത് സെമ്മിൽ അല്ലെങ്കിൽ ഏത് വർഷത്തിലായിരിക്കും ഈ പ്രൊജക്റ്റ് വർക്ക് വരിക? പൊതുവിൽ നമ്മൾ കാണുന്നത് ടുവേർഡ്സ് ദി ലാസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണ് പ്രൊജക്റ്റ് വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 വർഷത്തെ MA കോഴ്സിന് ജോയിൻ ചെയ്തു, അതിൻ്റെ സെക്കൻഡ് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കുമാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ലാസ്റ്റ് സെം ആവുമ്പോഴാണ് ഈ പ്രൊജക്റ്റ് വർക്ക് കാണുന്നത്. പക്ഷേ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ട് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം, അതിന് അപ്രൂവൽ വാങ്ങണം. അതിനുശേഷം ആ സിനോപ്സിസ് അപ്രൂവലിൻ്റെ സമയത്ത് അവരെന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ആ സിനോപ്സിസ് ഒന്നും കൂടി റീറൈറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങി അതിനുശേഷം വേണം പ്രൊജക്റ്റ് വർക്ക് എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് അതൊരു ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് സെം വരെ, ലാസ്റ്റ് ഇയർ വരെ കാത്തിരിക്കരുത്. ടുവേർഡ്സ് ദി ലാസ്റ്റ് ഓഫ് ദി കോഴ്സ് വരെ കാത്തിരിക്കരുത്. അതിന് മുൻപ് തന്നെ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ഗൈഡിനെ കൺസൾട്ട് ചെയ്യണം. അതിനുശേഷം സിനോപ്സിസ് എഴുതി സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങി പിന്നീട് പ്രൊജക്റ്റ് വർക്ക് ടൈപ്പ് ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ലോങ് പ്രൊസീജിയറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും നേരത്തെ തന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ്
ദാറ്റ് ഈസ് വൺ തിങ്. ഇനി ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, വർക്ക് ക്യാൻ ഐ ഡൗൺലോഡ് ഇഗ്നോ പ്രൊജക്ട് ഗൈഡ് ലൈൻ. സോ ഈ ഒരു ഇഗ്നോ പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോളേജിലാണെങ്കിലും നമ്മുടെ കോളേജിൽ നമ്മൾ റെഗുലർ സ്റ്റുഡൻസ് ആയിട്ട് പോയപ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രൊജക്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന്, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ ആ പറഞ്ഞ ഫോർമാറ്റിലും ആ ഗൈഡ് ലൈൻസിനോട് ചേർന്ന് മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് വർക്ക് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു കോഴ്സിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റ് വർക്ക് വരുന്ന കോഴ്സിനും കൃത്യമായിട്ട് പ്രൊജക്ട് മാനുവൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊജക്ട് മാനുവൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കോഡ് പ്രൊജക്ട് മാനുവൽ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഗയാൻ കോഴ്സ് എന്നുള്ള ഒരു കീ വേർഡും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഉള്ള പ്രൊജക്ട് മാനുവൽ നിങ്ങൾക്ക് കിട്ടും. ആ മാനുവലിൽ എങ്ങനെ പ്രൊജക്റ്റ് വർക്ക് എഴുതണം, എങ്ങനെ ടോപ്പിക്ക് സെലക്ട് ചെയ്യണം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും, ആർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സിലേക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈനിലാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഈ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ പ്രൊജക്ട് ഗൈഡ് ലൈൻസ് ഏറ്റവും ഒഫീഷ്യലായിട്ട് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇഗ്നോ പ്രൊജക്ട് മാനുവലാണ്. അത് ഈ ഗയാൻ കോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് വെൻ ഷുഡ് ഐ പ്രിപ്പയർ ആൻഡ് വെൻ ഷുഡ് ഐ സബ്മിറ്റ് ദ പ്രൊജക്ട്. അപ്പം നിങ്ങൾ ഒരു 2 വർഷത്തെ കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2ാമത്തെ വർഷം എൻഡോടുകൂടി നിങ്ങൾ പ്രൊജക്റ്റ് വർക്കും കൂടി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കോഴ്സ് 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ 2ാമത്തെ വർഷത്തെ എക്സാംസ് എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത ഈ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്, അഥവാ ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ പ്രാവശ്യത്തെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പീരീഡിൽ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കും ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ 2ാമത്തെ വർഷത്തെ സബ്ജക്ട്സിൻ്റെ റിസൾട്ട് വരുന്നതിനോടൊപ്പം ഗ്രേഡ് കാർഡിൽ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ നടന്ന് അതിൻ്റെ റിസൾട്ടും അപ്ലോഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറി പേപ്പേഴ്സ് മാത്രമല്ല, പ്രൊജക്റ്റ് കോഴ്സുള്ള എല്ലാ സ്റ്റുഡൻസും പ്രൊജക്റ്റ് വർക്ക് 2ാമത്തെ വർഷം എൻഡോടുകൂടി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ 2ാമത്തെ വർഷത്തെ പേപ്പറിൻ്റെ റിസൾട്ട്സ് വരുന്നതിനോടൊപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ റിസൾട്ടും കിട്ടും. അതേസമയം നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഡ്യൂറേഷനിൽ 2 വർഷത്തിൽ തീരേണ്ട കോഴ്സ് തീർക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3rd സെമ്മിൻ്റെ സമയത്തോടു കൂടി 2ാമത്തെ വർഷം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ 3rd സെം എൻഡോട് കൂടി തന്നെ നിങ്ങൾ പ്രൊജക്റ്റ് വർക്കിൽ സ്റ്റാർട്ട് ചെയ്യുക, സിനോപ്സിസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുക. 4th സെം ബിഗിനിങ് അല്ലെങ്കിൽ അത്യാവശ്യം 2ാമത്തെ വർഷം തുടങ്ങി ഉടനെ തന്നെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങി റിസർച്ച് പ്രൊജക്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് ആ മിനിമം ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഡു ഐ നീഡ് ടു പേ സെപ്പറേറ്റ് ഫീസ് ഫോർ പ്രൊജക്റ്റ് ഇവാലുവേഷൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നതും ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഫോമിൽ എല്ലാവരും സബ്ജക്റ്റുകൾ ഫില്ല് ചെയ്യും, ബാക്കിയുള്ള തിയറി പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്യും. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ ഇത് ഫില്ല് ചെയ്യാതിരിക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റും ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ പ്രൊജക്റ്റും നമ്മുടെ എക്സാം പേപ്പർ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതും നിങ്ങളൊരു കോഴ്സായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടേം ആൻഡ് എക്സാം ഫോമിനോട് ഒപ്പം തന്നെയാണ് ഈ പ്രൊജക്റ്റ് വർക്കിനുള്ള ഫീസും നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് ഇത്ര ക്രെഡിറ്റ്സ് ഉള്ള പ്രൊജക്റ്റ് വർക്ക് ആണെങ്കിൽ ഇത്ര ഫീസ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് കോഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നെ പ്രൊജക്റ്റ് ഫീസ് ആഡ് ചെയ്യപ്പെട്ടോളും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വറി ചെയ്യേണ്ട. സോ നിങ്ങൾ ടേം ആൻഡ് എക്സാം ഫോമിൻ്റെ ഒപ്പം 2ാമത്തെ വർഷത്തെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഒന്നിച്ച് എഴുതുന്നതെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുന്നതിനോട് കൂടുതൽ പ്രൊജക്റ്റ് വർക്കിനുള്ള ഫീസും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊജക്റ്റ് വർക്കിനുള്ള ഫീ പേ ചെയ്തതിൻ്റെ റെസിപ്റ്റ് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്റ്റ് ഇല്ലാതെ വരും. അങ്ങനെ റെസിപ്റ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ തവണ ആ ടേം ആൻഡ് എക്സാമിൻ്റെ ഒപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യപ്പെടാതെ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു 6 മാസം, പിന്നെ അടുത്ത 6 മാസം വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഫീ പേ ചെയ്ത് ഇത് സബ്മിഷന് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ടേം ആൻഡ് എക്സാം ഫോമിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റ് ഫീ പേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദി 7th ക്വസ്റ്റ്യൻ, whom should I contact for project related doubts? ഗൈഡ്, സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്റർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുക, അവിടെ വിളിക്കുക. പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്, ആരെ കോൺടാക്റ്റ് ചെയ്താലാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്ന് ചോദിക്കുക. രണ്ടാമത്, അവിടുന്ന് മിക്കവാറും നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അവർ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യും.
ഈ പ്രൊജക്റ്റ് ഗൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നെ പ്രൊജക്റ്റ് ഗൈഡ്സിനെ പ്രൊവൈഡ് ചെയ്യും. അക്കാഡമിക് കൗൺസിലേഴ്സ് തന്നെ പ്രൊജക്റ്റ് ഗൈഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതേസമയം ചില കോഴ്സസിന് നമുക്ക് പുറത്തു നിന്നും ഗൈഡിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗൈഡിനെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗയാൻ കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നോ പ്രൊജക്റ്റ് മാനുവൽ, ഓരോ കോഴ്സിനുള്ള പ്രൊജക്റ്റ് മാനുവലിൽ എങ്ങനെ ഗൈഡിനെ സെലക്ട് ചെയ്യാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജേർണലിസം ആണെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡായിട്ട് ചൂസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു നിന്ന് ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാം, ഈ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെയുള്ള ഇഗ്നോ പ്രൊജക്റ്റ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണ് ഗൈഡിനെ ചൂസ് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഗൈഡിൻ്റെ ബയോഡാറ്റയും ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഈ സിനോപ്സിസ് അപ്രൂവലിന് വെക്കുന്ന സമയത്ത് തന്നെ വെക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക, മുഴുവനായിട്ടും ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ അപ്പോൾ ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആമ്പിളായിട്ട് പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരാൾ തന്നെയായിരിക്കും. കാരണം അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ആ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആളാണ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് ദീർഘമായിട്ട് അറിയാം. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് സപ്പോർട്ടൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങളോട് റീജിയണൽ സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീജിയണൽ സെൻറ്ററിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം, മെയിൽ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉള്ള അവസരത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററിനെ വേണമെങ്കിലും ഇമെയിൽ വഴി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഫോൺ വഴി, നമ്പേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെസ്പോൺസ് കിട്ടുന്നതാണ്. ദ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ട് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഇഗ്നോ ഇസ് ദാറ്റ് നമ്മൾ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ കൺമുന്നിൽ തരാനൊരു വ്യക്തിയില്ല. പക്ഷേ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, റീജിയണൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക, പ്രോഗ്രാം കോർഡിനേറ്റർ, ഇങ്ങനെയുള്ള ഏതൊക്കെ സോഴ്സസ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ ആ സോഴ്സസിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ടൈംലി ആയിട്ട് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് കിട്ടും. അങ്ങനെ നമുക്കത് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്ര ഡിലേ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ തന്നെ കോഴ്സാണ് ഡിലേ ചെയ്യപ്പെട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദി 8th ക്വസ്റ്റ്യൻ, ഹൗ ടു റൈറ്റ് ഇഗ്നോ പ്രൊജക്റ്റ് വർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഈ സിനോപ്സിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏത് പ്രൊജക്റ്റാണ് ഏത് ടോപ്പിക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഒഫീഷ്യലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത് നമ്മൾ ഗൈഡിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഗൈഡിനോടും കൂടി ചോദിച്ച് ടോപ്പിക്ക് ഡിസൈഡ് ചെയ്തിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ. ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഗൈഡിൻ്റെ ബയോഡാറ്റയും കാര്യങ്ങളും എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഈ സിനോപ്സിസിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സ്റ്റഡിയിൽ നിന്ന് സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ, ഓക്കെ ഐ ക്യാൻ ഡു മൈ പ്രൊജക്റ്റ് ഇൻ ദിസ് ടോപ്പിക്. അവരെന്തെങ്കിലും സജഷൻസ് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ മാറ്റം വരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് വൺസ് സിനോപ്സിസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ എടുത്ത അതേ ടോപ്പിക്കിൽ തന്നെ. അങ്ങനെ നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പ്രൊജക്റ്റ് മാനുവലിലുണ്ട്, അത് ഫോളോ ചെയ്യുക. പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനുവലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അഥവാ ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടും. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ മാർക്സ് റിഫ്ലക്റ്റ് ആകും. സോ ഈ ഇഗ്നോ പ്രൊജക്റ്റ് വർക്ക് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം, അതിൽ ഡിഫറെൻറ്റ് ഏത് രീതിയിലാണ് ഫോമാറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള എല്ലാം റെക്കമെൻഡേഷൻസും നമ്മൾ ഈ പറഞ്ഞ നേരത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ ഇൻ ഫുൾ. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട്സ് യു ക്യാൻ ഡെഫിനറ്റ്ലി കോമെൻറ്റ് ദോസ് ഡൗട്ട്സ് below this video. And the 9th question, how should I format and bind the IGNO project work? അപ്പോൾ ഈ ഇഗ്നോയിൽ നമ്മൾ പ്രൊജക്റ്റ് വർക്ക് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ സ്പേസിങ് എങ്ങനെയാണ്, പാരഗ്രാഫ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹെഡിങ്സ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സജഷൻസും അല്ലെങ്കിൽ ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പ്രൊജക്റ്റ് മാനുവലുണ്ട്. അത് ഓരോ കോഴ്സിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഇന്ന രീതി എന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെയും കോഴ്സ് ഏതാണോ അതിനനുസരിച്ചാണ് ആ പ്രൊജക്റ്റ് മാനുവലിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് ബൈൻഡിങ് ദി പ്രൊജക്റ്റ്, ചില കോഴ്സ് മാനുവൽസ് റീസെൻ്റായിട്ട് വന്ന
ചില ഡൗട്ട്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെഫർ ചെയ്തപ്പോൾ അതിലെങ്ങനെയാണ് ബൈൻഡ് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടില്ല. നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പല കോഴ്സസിലും ഓൺലൈൻ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ബൈൻഡിങ് ആവശ്യം വരുന്നില്ല. അതേസമയം ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇഗ്നോ പ്രൊജക്റ്റ് വർക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ MA ഡെവലപ്മെൻറ്റ് ജേർണലിസം കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നത് ഗോൾഡൻ എംബോസ്ഡ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പ്രൊജക്റ്റ് മാനുവലിൽ. അപ്പോൾ അതൊരു ബ്ലാക്ക് കവറാണ്, അതിൽ ഗോൾഡൻ എംബോസ്ഡ് റൈറ്റിംഗ് ആണ് വന്നത്. സോ അതിൻ്റെ ആ ഒരു ഫോമാറ്റ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ടെലഗ്രാമിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗോൾഡൻ എംബോസ്ഡ് ബ്ലാക്ക് കവർ ബൈൻഡിങ് കാണാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. ആൻഡ് ഫൈനലി നമ്മുടെ 10th ക്വസ്റ്റ്യൻ, വെൻ വിൽ ഇഗ്നോ പ്രൊജക്ട് മാർക്സ് ബി പബ്ലിഷ്ഡ് ആൻഡ് വേർ ടു ചെക്ക്? ഞാൻ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. ഇഗ്നോ പ്രൊജക്റ്റ് മാർക്സ് നമ്മുടെ ഗ്രേഡ് കാർഡിൽ തന്നെ റിഫ്ലക്റ്റ് ആവും. കാരണം അതും ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതും ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്ട്സിൻ്റെ മാർക്ക് ബാക്കിയുള്ള തിയറി പേപ്പേഴ്സിൻ്റെ മാർക്ക് അപ്ലോഡ് ആവുന്ന പോലെ തന്നെ ഇതും അപ്ലോഡ് ആവും. ഓക്കെ, ആൻഡ് ഇൻ കേസ് നിങ്ങളുടെ പ്രൊജക്റ്റ് മാർക്സ് വരുന്നതിൽ എന്തെങ്കിലും ഡിലേ വരികയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്റർ, ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഇങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെടുകയും അവർക്ക് മെയിൽ അയക്കുകയും ചെയ്യുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം സോൾവ് ആയി കിട്ടും. സോ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്താൽ പ്രൊജക്റ്റ് മാർക്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് കോമൺ IGNOU project work related doubts which I have come across from the students. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റേതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡൗട്ട്സ് സോൾവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. ആൻഡ് IGNOU പ്രൊജക്റ്റ് വർക്ക് റിലേറ്റഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡഡ് ആണ്. So you can go and see that as well. So that's all, and if you find the video helpful, kindly subscribe to the channel for more such info updates. So thank you and have a nice day.